പൂർവകാല പണ്ഡിതന്മാർ ആലിമീങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കി തന്ന കാര്യം. അതിൽപ്പെട്ടതാണ് ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതുക എന്നത്. അത് ഇമാമിങ്ങളൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം നമ്മൾ നടപ്പാക്കണം. അത് ഒഴിവാക്കേണ്ട കാര്യമല്ല. അന്നത്തെ ദിവസം ഒരുപാട് ദുആകൾ മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദുആകൾ നടത്താൻ പറ്റുന്നവരൊക്കെ ആ ദുആകൾ കൊണ്ടുവരണം. അന്നത്തെ ദിവസം രാത്രിയിൽ സദഖ ചെയ്താൽ വലിയ പുണ്യമുള്ള രാത്രിയാണ്. ധാരാളം സുന്നത്ത് നിസ്കരിച്ചാൽ അതും നല്ലതാണ്. പക്ഷെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം തറാവീഹ് പോലെ അന്നത്തെ രാത്രിയിൽ ഇല്ല എന്നതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേക സുന്നത്ത് നിസ്കാരമൊന്നുമില്ല. സമയത്ത് സുന്നത്ത് നിസ്കാരം എപ്പോഴും നല്ലതാണല്ലോ. അപ്പൊ ആ നിലക്ക് ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, സദഖ ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അത്തരം കാര്യങ്ങളെ കൊണ്ട് ബറാഅത്ത് രാവ് നമ്മൾ സജീവമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണേ പായസം വെച്ചോളി, ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നെയ്ച്ചോറുണ്ട് അതും വെച്ചോളി, എന്ന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ല നല്ല ദിവസങ്ങളെയും രാത്രികളെയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് പരിശുദ്ധ റമദാനാണ്. ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം. ആ ഒരുക്കത്തിൽ ഒന്നാമതായി വേണ്ടത് എന്താണ്? വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. ഏറ്റവും ഉപരി വേണ്ടത് നമ്മളൊന്ന് കഴുകി വൃത്തിയാകണം. നമ്മൾ കഴുകി വൃത്തിയാവുക എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുളിക്കണം എന്നല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. ആ ആത്മാവിനെ ശുദ്ധീകരിക്കൽ എന്തുകൊണ്ടാണ്? അത് തൗബ കൊണ്ടാണ്. എന്തിനാണ് തൗബ എന്ന് പറയുന്നത്? അത്തൗബത്തു അന്നദം, മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദത്തിനാണ് തൗബ എന്ന് പറയുന്നത്. എന്തിനാണ് ഖേദിക്കുന്നത്? ഖേദിക്കുന്നത് സൽക്കർമ്മം കുറഞ്ഞുപോയി, ദുഷ്കർമ്മം വന്നുപോയി, ആവശ്യമില്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ കടന്നുപോയി, ആവശ്യമില്ലാത്തത് നാവ് കൊണ്ട് സംസാരിച്ചു പോയി, തെറ്റായ കാര്യങ്ങളിലേക്ക് കണ്ണുകൊണ്ട് നോക്കിപ്പോയി, തെറ്റായ കാര്യങ്ങൾ കാതുകൊണ്ട് കേട്ടുപോയി, തെറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി, അങ്ങനെ തുടങ്ങി എന്തെല്ലാമോ തെറ്റുകളുമായി നമ്മുടെ ജീവിതത്തിൽ ഇടപഴകിപ്പോയി. അതില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധൈര്യമില്ല. എന്റെ സൽക്കർമ്മം വളരെ കുറഞ്ഞുപോയി എന്നല്ല, എന്റെ ഒരു സൽക്കർമ്മം പോലും എന്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഇന്നിപ്പോ ഒരുവരും നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം എന്റെ റബ്ബ് കബൂൽ ചെയ്തോ ഇല്ലേ, അതിന് എനിക്കൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ ബേജാറിലാണ്. എല്ലാവരും ഭയപ്പെടേണ്ടവരാണ്. കാരണം നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ദുനിയാവിന്റെ പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്. അതിനെ തടയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ തന്നെ ന്യൂനതയുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ പലതിലും പല ന്യൂനതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് താണുകയാണ്, മാപ്പിന് വേണ്ടി അപേക്ഷിക്കുക എന്നത് നമ്മുടെ കടപ്പാടാണ്. അതിന്റെ പുറമേ വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അല്ലാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്. അത് കാരണത്താൽ നമ്മൾ പടച്ചവൻ തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കിയിട്ടും ആ കണ്ണിന്റെ കാഴ്ച റബ്ബ് പിൻവലിച്ചില്ല. ഞാൻ നിങ്ങൾക്കൊരു പെണ്ണ് തന്നു എഴുതാൻ, അത് നല്ലത് എഴുതാനാണ് തന്നത്. ആ പെണ്ണുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതുന്നത് കണ്ടാൽ ഞാൻ എന്റെ പെണ്ണ് തിരിച്ചു ചോദിക്കും, സ്വാഭാവികമാണ്. എന്നാൽ പടച്ച റബ്ബ് നമുക്ക് കണ്ണ് തന്നത് എന്തിനാണ്? മുസ്ഹഫ് മറിച്ചു നോക്കി ഓതാനാണ്. അത് വലിയ പുണ്യമാണ്. ഖുർആൻ ഓതുന്നതൊരു പുണ്യമാണ്.